മറ്റൊരു വാർത്തയിലേക്ക്. സിവിൽ സ്റ്റേഷനിലേക്ക് നഴ്സുമാർ നടത്തിയ സമരത്തിനിടെ കണ്ണൂർ ടൗൺ SIയോട് കയർത്ത് M വിജിൻ MLA. സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞതാണ് പ്രകോപനമുണ്ടാക്കിയത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെയും അതുപോലെ നമുക്ക് നേടിയെടുക്കേണ്ട ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോലീസ് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണിത്. ഇത് നിങ്ങൾ ഇവിടെ മാറ്റപ്പെടുത്തിയ കാര്യമില്ല. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ്. SI എന്ന രീതിയിൽ നിങ്ങളുടെ വീഴ്ചയാണ്. സബ് ഇൻസ്പെക്ടർ എന്നതിൽ നിങ്ങളുടെ വീഴ്ചയാണ്. നേരത്തെ നോട്ടീസ് കാണുന്നില്ലേ? എന്റെ പേര് എഴുതിയെടുക്കണം. എന്നോട് വന്ന് പോലീസ് പേര് ചോദിക്കാം. നിങ്ങൾ എവിടുന്നാ വരുന്ന സബ് ഇൻസ്പെക്ടർ? നിങ്ങൾ എവിടുന്ന പോലീസായത്? എന്നോട് വന്ന് പേര് ചോദിക്കാം. സമരം നടന്നു കൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസാ? കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത്. പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകർ നോക്കിക്കല്ലേ? എന്നോട് ഒന്ന് പേര് ചോദിക്കല്ലേ? മാധ്യമ പ്രവർത്തകരോട് എല്ലാവരും നോക്കല്ലേ? SI ആണ്, ഞാൻ MLA ആണ്. ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. നിങ്ങളത് വെറുതെ നമ്മുടെ ഗവൺമെന്റ് എവിടെ പോലീസായത്? ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോ? ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കട്ടെ. മാധ്യമപ്രവർത്തകരുടെ വീഡിയോ ഉണ്ട്. അവരെ മുന്നിൽ തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ തടയണ്ടേ കേട്ടു സമരം? എത്ര സമരം ചെയ്തിട്ടുണ്ട്? തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, ഈ MLA എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം ചീഫ് സെക്രട്ടറിക്കും മുകളിലാണ്. ആരുടേതാണ് വീഴ്ച? എന്താണ് സംഭവം? അജിംഷാദ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേരള ഗവൺമെന്റ് നഴ്സേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്ക് ഇവർ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. മുന്നേ തീരുമാനിച്ചത് പ്രകാരം നോട്ടീസ് നൽകിയതിനു ശേഷമായിരുന്നു ഇവർ മാർച്ചുമായി ഇന്ന് രംഗത്ത് ഇറങ്ങിയിരുന്നത്. എന്നാൽ ഇവർ കളക്ടറേറ്റിന് സമീപത്തേക്ക് എത്തുന്ന ആ സാഹചര്യത്തിൽ ആ ഗേറ്റിന് മുൻവശത്തായി ഇവരെ തടയുവാനോ മറ്റും ഒരു പോലീസുകാരെയും കാണാത്ത സാഹചര്യത്തിൽ തുറന്നു കിടന്ന ഗേറ്റിനകത്തുകൂടി അവർ കളക്ടറേറ്റിന്റെ വളപ്പിലേക്ക് സമരക്കാരൊക്കെ തന്നെയും പ്രവേശിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉദ്ഘാടകനായ കല്യാശ്ശേരി MLA M വിജിൻ എത്തുന്നത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന സമരക്കാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഈ കളക്ടറേറ്റ് വളപ്പിനകത്തേക്ക് പ്രവേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ തങ്ങളെ തടയുവാൻ വേണ്ടി ഗേറ്റിന് സമീപം ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു മറുപടിയായിരുന്നു സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് കണ്ണൂർ ടൗൺ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തുകയും കളക്ടറേറ്റ് വളപ്പിലേക്ക് പ്രവേശിച്ച സമരക്കാരെ അറസ്റ്റ് ചെയ്യും എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ കടക്കുകയുമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലായിരുന്നു വിജിൻ MLA ഇടപെട്ടത്. ഇവിടെ വീഴ്ച ഉണ്ടായിരുന്നത് പോലീസിന്റെ ഭാഗത്താണ്. കാരണം കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ നോട്ടീസ് നൽകിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ഈ സമരക്കാരെ തടയുവാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണ് ഉള്ളത്. പിങ്ക് പോലീസ് ആയിരുന്നു ഈ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. എന്നാൽ ഈ പിങ്ക് പോലീസ് ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടു പോയതിനാൽ അവിടെ എത്താൻ ലേറ്റ് ആയി പോയി എന്നൊരു വിശദീകരണമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തു തന്നെയായാലും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇവിടെ ഒരു വീഴ്ച പറ്റിയിട്ടുള്ളത്. അതിനാൽ സമരക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു വാദത്തിലാണ് M വിജിൻ MLA ഉറച്ചു നിന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ M വിജിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു പിങ്ക് പോലീസ് ഓഫീസർ ഈ MLA തിരിച്ചറിയാതെ M വിജിന്റെ പേര് ചോദിച്ചതും ഇദ്ദേഹത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇതോടുകൂടി പോലീസുകാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളുമായി ഇദ്ദേഹം അതായത് ഈ നിരോധിതമായ സമര നിരോധിതമായ മേഖലയിൽ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലീസ് തടയണമായിരുന്നു. അങ്ങനെ തടയാത്തതുകൊണ്ടാണ് സമരക്കാരായ നഴ്സുമാർ അതിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ആ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ജനപ്രതിനിധി എന്ന നിലയിലാണ് M വിജിൻ അവിടെ എത്തുന്നത്. M വിജിൻ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഇവർക്കെതിരെ കേസെടുക്കുകയും MLAയുടെ പ്രോട്ടോകോളിനെ മാനിക്കാത്ത വിധമുള്ള പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു. അതാണ് M വിജിനെ പ്രകോപിതനാക്കിയത്. അപ്പോൾ പോലീസിന്റെ വീഴ്ചയാണ്. അത് സമരക്കാരെ അവിടെ തടയേണ്ടതായിരുന്നു ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഇത് വിജിന്റെ അല്ലെങ്കിൽ MLAയുടെ കുറ്റം എന്ന രീതിയിലേക്ക് ചാർത്തുകയും പ്രചരിപ്പിക്കുകയുമാണ് പിന്നീട് നടന്നത്, അല്ലേ അമൽനാഥ്?
തീർച്ചയായും ഇവിടെ സമരക്കാരുടെയും ഒപ്പം തന്നെ MLAയുടെയും വീഴ്ച എന്ന ഒരു വാദത്തിലായിരുന്നു പോലീസ് ഉറച്ചു നിന്നിരുന്നത്. ഇവിടെ സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു കണ്ണൂർ ടൗൺ SI പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സന്ദർഭത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സ്റ്റൈൽ സമരക്കാരോട് വേണ്ട എന്ന ഒരു മറുപടി M വിജിൻ പറഞ്ഞത്. അതേസമയം തന്നെ ത്തിനെതിരെ പേര് ചോദിച്ചു, അതായത് കേസെടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചതും ഇദ്ദേഹത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിരുന്നു. അതായത് ഒരു MLAയുടെ പേരറിയാത്ത പോലീസ് പിണറായി സർക്കാരിന്റെ ഈ സേനയിലെ പോലീസ് സേനയ്ക്ക് വലിയൊരു അപമാനമാണെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടും ഈ സമരക്കാരെ ശരി, അമൽനാഥ് പാടിച്ചാലാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ നൽകിയത്.